നമസ്കാരം. ഈ ഒരാഴ്ചത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയെക്കുറിച്ചാണ്. കാരണം ഞാനിത് നിങ്ങളുടെ അടുത്ത് പലവട്ടം നിരന്തരം പറയുമെങ്കിലും ഇത് ഇപ്പോഴും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക വീടുകളിൽ ഈ സാധനം സംഭവിക്കുന്നുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് മാത്രത്തിലുള്ള വീഡിയോ ആണ്. ഞാൻ KG ഫ്രാൻസിസ്, ഹോം ടെക്കിൻ്റെ വിദ്യാലയത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാധാരണയായി ഒട്ടുമിക്ക വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ ഇന്ന പ്രവൃത്തികൾ ചെയ്യരുത്, വീട് പ്ലാനിങ് ഇന്ന സമയത്ത് തുടങ്ങണം, ആ പ്ലാനിങ്ങിൽ എന്തൊക്കെ ചെയ്യണം. ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഏതാണ്ട് 340 വീഡിയോ ചെയ്തിട്ടുണ്ട് ഹോം ടെക് എന്ന് പറയുന്ന ചാനൽ മാത്രം. അതിൽ മിക്കതും സർവീസസ് ഉള്ള വീഡിയോ ആണ്. ഇതിലെല്ലാം നിരന്തരം പറഞ്ഞാലും ഇപ്പോഴും നിങ്ങളെപ്പോലത്തെ ആൾക്കാരെല്ലാം ഇതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളുടെ വീട് നശിക്കും. 2, നിങ്ങളുടെ പോക്കറ്റ് കീറും. എന്തെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പലവട്ടം നിങ്ങളടുത്ത് പറയാറുണ്ട്. ഈവൻ ഫൗണ്ടേഷൻ തുടങ്ങുന്ന സമയത്തെങ്കിലും നിങ്ങൾ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള മേജർ കുത്തിപ്പൊളികളും അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ മേജർ കുത്തിപ്പൊളികൾ ഉണ്ടാവത്തില്ല. ഇത് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ള വാസ്തവം. ഇത് എന്നിട്ട് വീണ്ടും വീട് പണിയും. വീടെല്ലാം പണിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുത്തിപ്പൊളിയാണ്. സഹിക്കൂല. അതായത് ഈ വീടിൻ്റെ എൻജിനീയർ പോലും സഹിക്കൂല, പിന്നെ കോൺട്രാക്ടറിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഞാനൊരു സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഭിത്തിയിൽ കാണുന്ന സീൻ കണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല ഡാർക്കാണെന്ന്? ഇത് ശരിക്കും ഡാർക്ക് തന്നെയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളിത് ആദ്യമേ ഇതൊന്നും പ്ലാൻ ചെയ്യില്ല, അല്ലെങ്കിൽ പ്ലാൻ ചെയ്താൽ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരുപാട് വീഡിയോസും ഇപ്പോൾ ഒരുപാട് ഫോട്ടോഗ്രാഫ്സും ഇങ്ങനെ നിങ്ങൾക്ക് ദിനദിനം കാണാൻ ഇൻ്റർനെറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീട് ചെയ്യുന്ന സമയത്ത് തന്നെ, വീടിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇൻറ്റീരിയറിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പോക്കറ്റിൽ വൻ ചോർച്ച ഉണ്ടാകും. സാധാരണ ഇതിൽ നിങ്ങളൊരു 50 ലക്ഷത്തിന് 60 ലക്ഷത്തിനൊക്കെ വീട് പ്ലാൻ ചെയ്താൽ പോലും ആ വീട് ചിലപ്പോൾ നിങ്ങൾ 80 ലക്ഷവും 1 കോടി രൂപ കഴിഞ്ഞാലും ചിലപ്പോൾ ഈ വീട് വേണേൽ തീരത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ശരിക്കും ഇൻറ്റീരിയർ ഡിസൈനിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ നിങ്ങൾ ശരിക്കും ഫൗണ്ടേഷന് മുൻപ് തന്നെ ചെയ്യണമായിരിക്കും ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ്, ഓരോ ഭിത്തിയിലും വന്ന പോയിൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ്. ഓരോ ഭിത്തി തന്നെ ഇനി വരച്ച് അതിൻ്റെ ഡിസൈൻ ചെയ്താൽ പോലും ഒരു പ്രശ്നവുമില്ല. കാരണം വരയ്ക്കുന്ന സമയം വളരെ കുറച്ച് മതി. കാരണം ഇതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ കോൺട്രിബ്യൂട്ട്സ് ചെയ്യുന്ന സമയത്ത് അറിയാമല്ലോ എപ്പോഴാണെന്നുള്ള, ഭിത്തിയിൽ തേക്കണ മുൻപ്, പ്ലാസ്റ്ററിങ്ങിൻ്റെ മുൻപാണ് കോൺട്രിബ്യൂട്ടിങ് ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ഇലക്ട്രീഷ്യന് ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് പോയിന്റ് വേണ്ടത് അതിൻ്റെ മെഷർമെൻറ്റ് വരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ഇലക്ട്രീഷ്യൻ ചെയ്തു വയ്ക്കും. പിന്നെ നിങ്ങൾക്ക് ഈ കുത്തിപ്പൊളിയുടെ ആവശ്യം ഉണ്ടാവില്ല. ഈ കുത്തിപ്പൊളി കൊണ്ട് എന്താ സംഭവിക്കുന്നത് പറയുന്നത്, നിങ്ങളുടെ ഭിത്തിയിൽ സർഫേസ് ക്രാക്സ് വരാൻ ചാൻസസ് ഉണ്ടാവും. അത് പ്രത്യേകിച്ച് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കുത്തിപ്പൊളിയിൽ. എന്തുകൊണ്ടെന്നല്ലേ? കാരണം ഈ കുത്തിപ്പൊളി നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങളിത് പാച്ച് ചെയ്യും. ഈ പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നനയ്ക്കാൻ പറ്റത്തില്ല, ക്യൂറിങ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. സാധാരണ നമ്മൾ ഭിത്തിയിൽ മൊത്തം തേച്ചാൽ നമുക്ക് അറിയാമല്ലോ, ഒരു 7 days നമ്മൾ ക്യൂർ ചെയ്യണമെന്ന് പറയും. ഈ 7 days ഒന്നും അതിന് ക്യൂറിങ് പോയിട്ട് ഒരു ദിവസം പോലും ആരും ക്യൂർ ചെയ്യാറില്ല. കാരണം ക്യൂർ ചെയ്യാൻ പറ്റില്ല അതിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ല. കാരണം ഇത്തിരി സ്ഥലങ്ങളിൽ ഈ വെള്ളം ആര് കോരി ഒഴിക്കും. പിന്നെ ചിലപ്പോൾ ആദ്യത്തെ മൂച്ചിൽ ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ നിങ്ങൾ ഒഴിച്ചെന്നിരിക്കും, പിന്നെ ഇതൊന്നും ഒഴിക്കത്തില്ല ആരും. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കാതിരിക്കാൻ നേരത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അറിയാമല്ലോ, ഈ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്ത് അതിലുണ്ടാകുന്ന ഡാമേജ് മറ്റുള്ള സർഫേസ് അത് വലിച്ചങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പൊടിഞ്ഞു, പപ്പടം പൊടിയണ പോലെ പൊടി, ഒരു സംശയം വേണ്ട അതിൽ. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം പറയുന്നത് നിങ്ങളിത് ചെയ്യരുതെന്ന്. പക്ഷേ ഇതെല്ലാവരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് ചെയ്തു പോയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്താൽ വളരെ നല്ലത്. കാരണം ഈ പാച്ച് വർക്ക് നിങ്ങൾ ചെയ്തു പോയി, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പാച്ച് വർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ പുറത്തേക്ക് സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ട് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോ. സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കമ്പനികൾക്കും ഉണ്ട്, ഒട്ടുമിക്ക കമ്പനികൾക്കും അതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇനി അറിയാൻ പാടില്ലാത്തവരാണ്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി. സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് മേടിക്കാൻ കിട്ടും. പാച്ച് വർക്ക് ചെയ്ത ശേഷം ഒരു 1 hour കഴിയുമ്പോഴത്തേക്കും ഈ സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ടിൻ്റെ പൊക്കത്തേക്കൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ക്രാക്ക് ഫോം ചെയ്യത്തില്ല.
ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ സെൽഫ് ക്യൂറിങ് കോമ്പൗണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന വെള്ളത്തിനെ അവൻ പുറത്തേക്ക് വിടാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഈ പാച്ച് വർക്ക് നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ എന്താ പറയുക, നിങ്ങളുടെ വീടിനോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തരം ക്രൂരതകൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഇലക്ട്രിക്കലിൻ്റെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിന് പ്ലംബിങ്ങിൻ്റെ കേസിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ സെയിം ഇഷ്യൂ തന്നെ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങ് വെച്ചോളൂ. കാരണം ആ പ്ലാൻ വരക്കാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. അതിന് വേണ്ടുന്ന ഒരു 3, 4, 5 പേപ്പറിൻ്റെ ഇഷ്യൂസ് ഉള്ളത്. ഈ പ്ലാൻ ചെയ്യാൻ പോലും ഈസിയാണെന്നേ. കാരണം കൂടി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കൊണ്ട് നിങ്ങൾക്കിത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിരന്തരം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലൂടെ കമൻറ്റ് ചെയ്യുകയോ വോയിസ് മെസ്സേജ് ഇടുകയോ മറ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിരിക്കുക. ഞാൻ KG ഫ്രാൻസിസ്, സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.